ഹായ്. കുറേ ഷോർട്സിലും അതേപോലെ വീഡിയോസിലും കണ്ട ഒരു ഐറ്റമായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. വഴുതനങ്ങയും അതുപോലെ തന്നെ തൈരും വെച്ചിട്ടുള്ള കറിയാണ്. അപ്പോൾ വഴുതനങ്ങ അരിഞ്ഞ് കറ കളയാനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് മാറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്കത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ മുളക് പൊടി, കുത്തിയ മുളക്, ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതൊക്കെ എൻ്റെ ഒരു കൈയളവാണ് കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് എരിവും അതുപോലെ തന്നെ ഉപ്പൊക്കെ അനുസരിച്ച് ഇടാം. ഞാൻ കുറച്ച് എരിവ് കുറച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായി ഇത് മിക്സ് ചെയ്യുക. നമ്മൾ അരിഞ്ഞ് വെച്ച് വഴുതനങ്ങയൊക്കെ ഇട്ട് അതിൽ മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഇവിടേക്ക് ഉപ്പൊക്കെ പിടിക്കുമ്പോൾ അത് കഴിക്കാനൊരു ഉപ്പൊക്കെ കടിക്കും. അതുകൊണ്ടാണ്. പിന്നെ ഉടയാണ്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ. കനം കുറച്ച് വേണം കേട്ടോ അരിയാൻ. അപ്പോൾ ഇത് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്യണം. ഡീപ്പ് ഫ്രൈ ചെയ്യരുത്, ഷാലോ ഫ്രൈ. അപ്പോൾ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഈ മസാലയൊക്കെ പുരട്ടി വെച്ച വഴുതനങ്ങ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്യാം. എന്നിട്ട് ഷാലോ ഫ്രൈ ഒക്കെ ചെയ്ത് ഇങ്ങനെ ഉടയാണ്ടൊക്കെ എടുക്കുക. അതിലേക്ക് കുറച്ച് തൈര് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മിൽമയുടെ തൈരാണ് എടുക്കുക. അതാകുമ്പോൾ കുറച്ച് പുളി കുറവാകും. എന്നിട്ട് ആ കട്ട ഉടയ്ക്കാനായിട്ട് നമുക്ക് ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് കട്ട ഉടച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് വഴുതനങ്ങയൊക്കെ ഇട്ട് ആ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാ മാസവും സാധനങ്ങൾ മേടിക്കുമ്പോൾ ഈ മിൽമയുടെ തൈര് മേടിക്കാറുണ്ട്. അപ്പോൾ ഏട്ടനോട് പറയും, ഏട്ടാ ഒരു ബോക്സ് എടുക്ക് തൈര് എന്നൊക്കെ പറയും. അപ്പോൾ തൈരായത് കണ്ട് അടുത്തോ എന്നൊക്കെ പറയും. വേറെ ഐറ്റംസൊക്കെ ആണെങ്കിൽ സമ്മതിക്കില്ല. ഈ സ്നാക്സ് അതൊന്നും ആൾക്ക് ഇഷ്ടമില്ല, അങ്ങനത്തെ ഒക്കെ മേടിക്കുന്നതൊക്കെ. അപ്പോൾ തൈരാണെങ്കിൽ ആ കുഴപ്പമില്ല, എടുത്തോ എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞാൽ നമുക്ക് പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം ഈ അടിച്ച് വെച്ച തൈരില്ലേ അതായിരിക്കും ഒഴിക്കാം. സിമ്മിൽ വേണം കേട്ടോ ഈ തൈര് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാനായിട്ട്. സിമ്മിലിട്ടിട്ട് വേണേ, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകുമ്പോൾ അതിങ്ങനെ ഒരു കഴിക്കാനായാലും അതൊന്നിനും കൊള്ളില്ല, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് മാത്രം. അപ്പോൾ നന്നായി ഇളക്കുക. സിമ്മിലിട്ടിട്ട് നന്നായി ഇളക്കണം. എന്നിട്ട് വറുത്ത് വെച്ച ആ വഴുതനങ്ങയില്ലേ അത് അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുക. വഴുതനങ്ങ ഉടയരുത് കേട്ടോ. ഉടയാണ്ട് വേണം അത് മിക്സ് ചെയ്യാനായിട്ട്. ആ തൈരും ആ വഴുതനങ്ങയും കൂടിയിട്ട് നന്നായി യോജിക്കണം. എന്നിട്ട് അതിങ്ങനെ ഇളക്കി വേണം എടുക്കാനായിട്ട്. ഉടയരുത്. സിമ്മിലിടുക. തള വരാൻ പാടില്ല. കുറച്ച് ബബിൾസ് വരണ വരെ ഇതിങ്ങനെ ഇളക്കിയിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിയൊക്കെ. പണ്ട് അമ്മ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ തൈരൊക്കെ ചോറിലൊക്കെ മിക്സ് ചെയ്ത് തരും. അതേപോലെ തന്നെ വഴുതനങ്ങ വറുത്ത് തരിക, അങ്ങനെയൊക്കെ ചെയ്ത് തരാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഒരു ഓർമ്മയൊക്കെ വന്നു. എന്നിട്ട് അത് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇടാം, മഞ്ഞൾപ്പൊടി ഇടുക. എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ മുളക് പൊടിയൊക്കെ ഇടാം കേട്ടോ. എരിവ് വേണ്ടാത്തവർക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടു, കാരണം എരിവ് കുറച്ച് കുറവായി തോന്നി. അല്ലെങ്കിൽ പുളി ഇങ്ങനെ കൂടുതൽ നിൽക്കുമ്പോൾ നമുക്ക് കഴിക്കാനൊരു ചൊടി ഉണ്ടാവില്ല. എന്നിട്ട് അത് ഇട്ട് ഒരു ജസ്റ്റ് ഒന്ന് സിമ്മിലിട്ടതിന് ശേഷം അതിന് മാറ്റി വയ്ക്കാം. അതിലേക്ക് കുറച്ച് വറവ് വേണം. അപ്പോൾ നമ്മൾ ചെറിയൊരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ കടുക്, വറ്റൽമുളക്, അതുപോലെ തന്നെ കറിവേപ്പില അതൊക്കെ ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഈ കറിയിലേക്ക് നമുക്ക് ഒഴിക്കാം. ഇതാണ് കേട്ടോ ഒരു സ്പെഷ്യൽ കറി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുമോ അറിയില്ല. പുളിയും അതേപോലെ തന്നെ എരിവും അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ഈ കറി എന്തായാലും താല്പര്യമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബൈ.